സോ ഇന്ന് നമ്മുടെ കസിൻസ് ദുബായിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു അവർ എയർപോർട്ടിൽ ഇറങ്ങി നേരെ മറ്റേ എന്താ പറയുക ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ കിയാദയിലാണ് ഹോട്ടൽ. ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. അവർ കിയാദയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇപ്പോൾ അവരെ പോയി കാണാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ റുട്ടീൻ പോലെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് ഒരു എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്കൊരു ലഞ്ച് ഉണ്ട്. സലീമിൻ്റെ വീട്ടിലൊരു ലഞ്ച് ഉണ്ട്. സോ അങ്ങോട്ടും പോകണം. അപ്പോൾ ആദ്യം ഇവിടെ പോയിട്ട് വേണം പോകാൻ. സമയം നേരം വെളുത്തിട്ടുള്ളൂ. 3 മണിയായിട്ടുള്ളൂ അല്ലേ? നേരം വെളുത്തിട്ടുള്ളൂ. അപ്പോൾ ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ പോക്കിന് ഐശുക്ക് വയ്യാണ്ടായി. അവസാനം എന്താ പറയുക ഒരു ജ്യൂസും പിന്നെ ഒരു പോപ്കോണും വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ രാവിലെ ഒരു എന്താ പറയാ ദോശ കഴിച്ചിട്ട് ദോശ ശരിയായിട്ടാ. ഇങ്ങനെ ദോശ ഇരിക്കൂല, അവരുടെ ചട്നി ചിലപ്പോൾ ചീത്താക്കണോ. കാരണം ഇന്ന് മാത്രമല്ല, ഇന്ന് അവരുടെ ഒരു പുതിയ ചട്നി ഉണ്ടായിരുന്നില്ല. ആ റെഡി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയാണ് ഐഷു മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. ഞാൻ ട്രൈ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ സേഫാണ്. പിന്നെ കാപ്പി പുള്ളി പോലെ സാധാരണ അവിടെ നമ്മൾ രാവിലെ ഫിൽറ്റർ കോഫി നല്ല ഫിൽറ്റർ കോഫി ആയിരുന്നു. അപ്പൊ ഞാൻ ഇപ്രാവശ്യം 3 ഓർഡർ ചെയ്ത്, എനിക്ക് 2 വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ഓർഡർ ചെയ്ത്. ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് 2 ഫിൽറ്റർ കോഫി ഞാൻ ഓർഡർ ചെയ്ത്, ഒരെണ്ണം ഐഷ് ഓർഡർ ചെയ്തു. പക്ഷെ ഇന്ന് ദുരന്തായിരുന്നു, ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസും ഫ്ലോപ്പായി. കാരണം നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ വലൻഷ്യ വീട്ടിൽ വാങ്ങിച്ച് സ്ക്വീസർ ഉണ്ട്. അപ്പോൾ സ്ക്വീസറിൽ സ്ക്വീസ് ചെയ്താണ് കുടിക്കാറ്. പക്ഷേ അതൊരു രക്ഷയില്ലാതെ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത വെള്ളം ആടിയവരുണ്ട്, പുളിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സീഷൽസിനെ കുറ്റം പറഞ്ഞല്ല, വലിയ ബ്രാൻഡ് അവരെ കുറ്റം പറഞ്ഞല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നത് മാൻഡറിൻസ് ആണ്. മാൻഡറിൻസ് അല്ല, വലൻഷ്യ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ സൗത്ത് ആഫ്രിക്ക വേറെ എന്തെങ്കിലും ആയിരിക്കും. മാൻഡറിൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ബാക്കി എല്ലാ ജ്യൂസ് അടിപൊളി. അവരുടെ ഒരു തമറലിഹിന്ദു ഇല്ലാണെങ്കിൽ ഞാൻ തമറലിഹിന്ദു വാങ്ങിച്ചത്, എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തേനെ. അതെന്ന് വെച്ചാൽ എന്താ പറയാ, നട്ട്സൊക്കെ കുറച്ച് നട്ട്സൊക്കെ റിച്ച് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീഷൽസിൽ വന്ന് ട്രൈ ചെയ്യുന്നത് അടിപൊളിയാണ്. തമറലിഹിന്ദു ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ അവരുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു മാംഗോസ്റ്റാ, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പാതിരാത്രിയൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഫുള്ള് അഡിക്റ്റ് ആയിട്ട് അല്ലേ? അഡിക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കഴിക്കൽ കുറച്ച്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത മറ്റൊരു സാധനം വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. 3:30 മണിയായി. കസിൻസ് വന്നിട്ടുള്ളവർ 5 മണിക്ക് ഗ്ലോ ഗാർഡനിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ തോന്നുന്നു. നമ്മൾ അതിനു മുമ്പ് പോയി അവരെ കണ്ട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ നേരെ സലീമിൻ്റെ വീട്ടിലേക്ക് പോകും. മറ്റേ എന്താ പറയാ, ദുബായ് തലകുത്തി നിന്നാലും നമുക്ക് സലീമിൻ്റെ വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. സൺഡേ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ മീൻകറി കിട്ടിയിട്ടുണ്ട്. അപ്പം മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ റമീയുടെ വക മോദ. റമീയുടെ വക ആയിരിക്കും കുക്കിംഗ്, അല്ലെങ്കിൽ റിസ്വാൻ്റെ വക കുക്കിംഗ് ആയിരിക്കും, പൊടിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റമി നല്ലൊരു കുക്കാണ്. ആശുപത്രി വരില്ലെങ്കിലും റമി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓർഡർ ചെയ്ത സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ചിക്കൻ നഗറ്റ്സ് ആണ് ഓർഡർ ചെയ്യാൻ പോയത്. പിന്നെ പോപ്കോൺ കിട്ടി. പിന്നെ പോപ്കോൺ എടുക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങി. ഒന്ന് കഴിച്ചു നോക്കിട്ടാ. കഴിച്ചു നോക്കിയപ്പോ കിട്ടിയ സ്പോട്ടിൽ തന്നെ എടുത്ത് വായിലേക്ക് ഇട്ട്. ഇത് ഭയങ്കര കണ്ടോ, ചൂട് കുഴപ്പമില്ല, ഭയങ്കര ക്രിസ്പി പോയി. ഇത്രയും ക്രിസ്പി അല്ലേ? ചിലപ്പോ എനിക്ക് 2 പ്രാവശ്യം ഇത് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്ത് മാറ്റിയിട്ട് ഡ്രെയിൻ ആയതിനു ശേഷം കുക്ക് ചെയ്ത് എടുത്ത് ഡ്രെയിൻ ആയതിനു ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ ക്രിസ്പി ആയി മാറും. അതിൻ്റെ ഔട്ടർ സോനൊക്കെ പറഞ്ഞ പാടങ്ങളാണ്. ഈ ഒരു കളറല്ല ശരിക്കും, കുറച്ച് കൂടുതൽ ക്രിസ്പി മാത്രമല്ല, കുറച്ച് കൂടുതൽ കുക്കായിട്ടുണ്ട്. ഓവർ കുക്കായി പോയി. അതിന്റെ കുഴപ്പമില്ല. നമ്മൾ 100-110 പോയിക്കൊണ്ടിരിക്കുകയാണ്.
മറ്റേ എന്താ പറയുക ക്യാമറ ഒന്നും അടിക്കാൻ പാടില്ല. ഇപ്പോൾ മറ്റേ എന്താ പറയുക പുതുക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വണ്ടി എടുത്ത് ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ആണ് വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ ഒരു വർഷം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം റിന്യൂവൽ മറ്റേ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 5ാമത്തെ മണിക്കൂറിൽ നമുക്ക് ആദ്യത്തെ ഫൈൻ കിട്ടിയത്. 5ാമത്തെ മണിക്കൂറിൽ തന്നെ ഒരു 600 dirhams ഫൈൻ അപ്പം തന്നെ കയറി. ഫ്ലെക്സ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക ഒരു ദിവസമെങ്കിലും നമ്മൾ ഫൈൻ ഇല്ലാതെ പോകണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. സോ നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. ഐഷു എത്ര വർഷമായി അവരെ കണ്ടിട്ട്? 2 വർഷമായി അവരെ കണ്ടിട്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഞാൻ കണ്ടതാണ്. അപ്പോൾ വെൽക്കം ബാക്ക്. ഇതാ എൻ്റെ കസിൻ എൻ്റെ കസിൻ ബ്രദർ നിക്കാക്കയാണത്. എന്താണ് പിങ്കികളാ? പിങ്കി മോൾ ഇതാരാണത്? എന്താണ് ശ്യാമോനെ ബാത്റൂം അവസാനത്തെ ആളും കൂടി കിട്ടിയിരിക്കുകയാണ്. ശശയുടെ വീഡിയോ ഒക്കെ അടിപൊളിയാണ്. ഗ്രൂപ്പിൽ ഇടുന്ന പറ്റിയ സ്പീച്ചസ് ഒക്കെ പൊള്ളിയ ആളാണ്. വളർന്നു വരുന്ന എന്താ ബ്ലോഗറാണ്. ഞങ്ങളെ നാട്ടിൽ കിട്ടാത്തതുകൊണ്ട് അന്വേഷിച്ച് ദുബായിലേക്ക് എത്തി. അങ്ങനെ അമ്മായി ദുബായിലെത്തി. എന്താണ് അമ്മായി വിശേഷം? എന്നെക്കാളും പ്രായം കൂടുതലാ, ഭയങ്കര. അത് കാരണം ബാബി വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മായിനെ വിളിക്കണം. പരിചയമില്ലാത്ത ആൾക്കാർ മാറി മാറി. നമ്മളെ വളർന്നു വരുന്ന അടുത്ത ബ്ലോഗർ. പിന്നെ നാണം പോലെ അഭിനയിക്കണ്. ഇത് ആക്ടിങ് നാണുള്ള പോലെ ആക്ട് ചെയ്യണ്. ഇത് അമ്മായി, ഇത് എന്റെ വേറൊരു കസിൻ പിങ്കി മക്കള്. നിനക്കും കൂടി ഒരു പിങ്ക് ഇട്ടുണ്ടായിരുന്നില്ലേ? അപ്പുറത്തെ റൂമില് എടാ നീ മാച്ചിങ് ആയിട്ടൊരു പിങ്കെങ്കിലും ഇടണ്ടേ? അടുത്ത് കൂടി പോണായിരുന്നു. അതിനെന്താണ് ഫുള്ള് ബഡ്ജറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്തേക്കണത്. കണ്ടോ, ഒരെണ്ണം കുട്ടി എല്ലാവർക്കും കൂടി ചേർത്ത് ഒരെണ്ണം. പിന്നെ ഒരു ജാമിൽ ഇവിടെ കിട്ടൂല. അല്ല ജാം ഇവിടെ കിട്ടാത്ത സാധനമാണ്. അമ്മായി നാട്ടിലെ ഫ്രഷ് ബ്രെഡ്. ഐഷു നമുക്കിത് കൊണ്ടുപോകാം. നമുക്ക് നാട്ടിലെ ഫ്രഷ് ബ്രെഡ് നമുക്ക് കൊണ്ടുപോവാം. പകുതി എടുത്ത കോൺഫ്ലെക്സ്. ഹൗ ടു ട്രാവൽ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര എയർ നിറച്ച് വെറുതെ സ്ഥലം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എയർ നിർത്തിക്കളഞ്ഞാണ് ഗൈസ്. നാട്ടിൽ നിന്ന് ബീഫ്, ചിക്കൻ, പത്തിരിയാണില്ല. ഹൈക്കോടതിയില് ലക്ഷങ്ങള് സിറ്റിങ്ങിന് വാങ്ങിക്കുന്ന അഭിഭാഷകനാണ്. ഇവിടുന്ന് കൊടുത്തോ? എവിടെ ലൈറ്റ് എത്ര ലൈറ്റ് എവിടെ? ലൈറ്റ്
അവിടെ ലൈറ്റ് അവിടെ നിന്നേ നിന്നേ. ആ അടിപൊളിയുണ്ട്. അവരെ എല്ലാവരും കണ്ടു തരാം. നമുക്ക് ഫ്രീ ഗുഡീസ് ഒക്കെ കിട്ടി. അപ്പോൾ ഉണ്ണിയപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്, ബീഫ് ഉണ്ണിയപ്പൊക്കെ. അപ്പോൾ ഇനി ഇവരിപ്പോൾ ഗ്ലോ ഗാർഡനിലേക്ക് പോവാണ്. ഞങ്ങളപ്പോൾ നേരെ സെലിമിൻ്റെ വീട്ടിലേക്ക് പോകണം. നമുക്ക് സെലിമിനെ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പറയാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡി ആയി വന്നിട്ടുണ്ട്. പിങ്കി വീഡിയോ കേട്ടോ, വീഡിയോ വീഡിയോ. അപ്പൊ അവരെല്ലാരും ടാക്സിക്കൊക്കെ കയറി പോകുന്നതാണ്. 2 ടാക്സിക്കാണ് അവരെ കയറ്റി വിട്ടത്. അപ്പൊ ഇനി ഞങ്ങൾ പോവാണ് സെലീമിന്റെ വീട്ടിലേക്ക് വിത്ത് ബീഫ്. അവരിന്ന് ഞെട്ടാൻ പോണുള്ളൂ. സാധാരണ നമ്മളൊന്നും എന്താ പറയുക കൊണ്ടേ കൊടുക്കാറില്ല. ഇന്ന് ഗർഭിണിക്ക് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ എന്താ പറയുക ബാക്കിയുള്ളവർക്ക് ബീഫുണ്ട്. ഗർഭിണിക്ക് സാധാരണ ഗർഭിണിയുടെ കോഴിയുടെ അടുത്ത് തിന്നെന്ന് പറഞ്ഞിട്ടാണല്ലോ എനിക്കിട്ട് ഇത് ചെയ്തത്. അപ്പോൾ ഗർഭിണിക്ക് നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കും, കോഴിയുടെ ഇടുന്ന ഇറച്ചി കൊണ്ടു ബീഫ്. അപ്പോൾ നമ്മൾ നമ്മുടെ സലീമിൻ്റെ എന്താ പറയുക, സലീമിൻ്റെ ക്രിബിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.